ഭാരതത്തിൻ്റെ ദേശീയ താല്പര്യം സംരക്ഷിക്കാൻ ഇറാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണെന്ന് ഓർക്കണം. ആ ദേശീയ താല്പര്യത്തിൽ അതിർത്തി കടന്നു വരുന്ന ഭീഷണി, അത് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഭീഷണി നള്ളിഫൈ ചെയ്യാൻ ശക്തമായ അയൽബന്ധങ്ങൾ ഉണ്ടാവണം. അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ നല്ല ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞു. ഇറാനുമായി ചരിത്രപരമായി അതിശക്തമായ ബന്ധമാണ്. ഈ ശീതയുദ്ധ കാലത്തൊക്കെ ഇറാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ വലിയ ഊഷ്മളമായ ബന്ധമാണ്. ആ സമയത്ത് ഓർക്കൂ, കാരണം ഈ റഷ്യയും ഇന്ത്യയും തമ്മിൽ നല്ല ചങ്ങാത്തം ഉണ്ടായിരുന്നൊരു കാലം. ചേരാ നയമൊക്കെ അവിടെ നിൽക്കും, പക്ഷേ റഷ്യയും ഇന്ത്യയും തമ്മിൽ അതിശക്തമായ ബന്ധം, അതേപോലെ തന്നെ റഷ്യയും ഇറാനുമായി ബന്ധം, ഇതെല്ലാം ചരിത്രപരമായൊരു ബന്ധമാണ്. അതിനുശേഷവും ശീതയുദ്ധാനന്തരവും എണ്ണ കച്ചവടം, ഇറാനുമായി വലിയ തോതിലുള്ള എണ്ണ വ്യാപാരം ഉണ്ടായിരുന്നു. വലിയ തോതിൽ ഇറാൻ ഇന്ത്യയിലേക്ക് എണ്ണ കയറ്റുമതി ചെയ്തിരുന്നു. പക്ഷേ 2019 ആയപ്പോൾ ഇറാൻ ഉപരോധം കാരണം വല്ലാതെ വലഞ്ഞു. അപ്പോഴാണ് ഇറാൻ ഇന്ത്യ പൈപ്പ് ലൈനും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ഫ്രീസറിൽ വയ്ക്കേണ്ട ഒരു അവസ്ഥ വന്നു. അതിന് ഇറാന് ലേശം പരിഭവമുണ്ട് എന്ന് പലയാവർത്തി ഇറാൻ അത് പറയുകയും ചെയ്തു. പക്ഷേ ബന്ധം വഷളായിട്ടില്ല. മാത്രമല്ല, ഇറാൻ വിരുദ്ധമായ പ്രസ്താവനകളൊന്നും തന്നെ ഭാരതം നടത്തിയിട്ടില്ല എന്നോർക്കണം. ഇസ്രായേൽ അനുകൂലമായ പ്രസ്താവനകളോ ഇറാൻ വിരുദ്ധമായ പ്രസ്താവനകളോ ഭാരതത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. യുദ്ധം അവസാനിക്കണം, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇന്ത്യയുടെ പ്രഖ്യാപിത നയമായ ഈ ഉഭയകക്ഷി ബന്ധം, ബൈലാറ്ററലിസം അനുസരിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഷാങ്ഹായ് കോഓപ്പറേഷൻ കൗൺസിലിലെ വോട്ടെടുപ്പ് നടന്നു. ഇറാൻ ഇസ്രായേലിൻ്റെ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് ഇന്ത്യ വോട്ടെടുപ്പ് നടത്തിയില്ല. ഇറാൻ അനുകൂലമായോ ഇസ്രായേൽ അനുകൂലമായോ നടക്കുന്ന ഒരു പ്രചരണങ്ങളിലും ഇന്ത്യക്ക് പങ്കില്ല. അതുകൊണ്ടാണ് ഇറാൻ്റെ നേതൃത്വം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിലാണ് ഞങ്ങൾക്ക് പ്രതീക്ഷ.